മുസ്ലിമീങ്ങളായ ആളുകളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഈമാനിൻ്റെ ഒരു മാധുര്യം എന്ന് പറയുന്നത്, അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ ഈമാനിൻ്റെ മധുരം ആസ്വദിച്ചു എന്നാണ്. അതിലൊന്ന് അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടമാണ് മറ്റെല്ലാറ്റിനോടുമുള്ള ഇഷ്ടത്തേക്കാൾ അവർക്ക് വലുത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഖുർആനിനോടും സുന്നത്തിനോടും, അതേപോലെ തന്നെ ഏകദൈവ ആരാധനയോടും പ്രവാചകന്റെ ചര്യയോടും ഇസ്ലാമിൻ്റെ അനുഷ്ഠാനങ്ങളോടും, അതിനോടാണ് അവർക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടം. അങ്ങനെ ഇഷ്ടമുള്ള നമുക്ക് തീർച്ചയായും അതിന് വിപരീതമായതും ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിക്കുന്നതുമായ വിഷയങ്ങളിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? അതേപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു, മൻ അഹബ്ബലില്ലാ വ അബ്ഗദലില്ലാ വ അഅതാലില്ലാ വ മനഅലില്ലാ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അള്ളാഹുവിന് വേണ്ടി നൽകുക, അള്ളാഹുവിന് വേണ്ടി നൽകാതിരിക്കുക, അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുക, അള്ളാഹുവിന് വേണ്ടി കോപിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയിൽ ഒരാൾ എത്തുമ്പോൾ അയാളുടെ ഈമാൻ പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇസ്ലാമിനോടും ഇസ്ലാമിൻ്റെ വിശ്വാസ ആദർശങ്ങളോടുമെല്ലാമുള്ള ഇഷ്ടം, അള്ളാഹുവിനോട് ഉള്ള ഇഷ്ടം, പ്രവാചകനോടുള്ള ഇഷ്ടം, സുന്നത്തിനോടുള്ള ഇഷ്ടം, ഇതെല്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. മൻ റളിയ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂല. അള്ളാഹുവിനെ റബ്ബായും ഇസ്ലാമിനെ മതമായും പ്രവാചകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായും തൃപ്തിപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തൃപ്തിപ്പെടുമ്പോൾ അതിന് വിപരീതമായതും അതിന് വിരുദ്ധമായതുമായതിനോട് താദാത്മ്യം പ്രാപിക്കുക, അതിനെ ഇഷ്ടപ്പെടുക, അതിനെ ജീവിതത്തിൽ സംശീകരിക്കുക എന്നുള്ളത് വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലെത്തിയ ആളുകൾക്ക് ഒരിക്കലും പറ്റാത്ത കാര്യമാണ്. അത് വിശ്വാസത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നു മാത്രമല്ല, മുസ്ലിമീങ്ങളെ അവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് തെറ്റിച്ച് കളയാൻ വേണ്ടി മറ്റുള്ള ആളുകൾ ശ്രമിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമാണ്. കാരണം അവരുടെ വീക്ഷണപ്രകാരം ഇസ്ലാമിൻ്റെ വിശ്വാസ ആചാര അനുഷ്ഠാനങ്ങൾ തെറ്റാണ്. അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിക്കുന്നത്, അവർ എപ്രകാരമാണോ ഇസ്ലാമിൽ വിശ്വസിക്കാതിരിക്കുന്നത് അതേപോലെ മുസ്ലിമീങ്ങളുമായി തീരണം എന്നവർ ആഗ്രഹിക്കുന്നു എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. യഹൂദ ക്രൈസ്തവർ അവരുടെ മില്ലത്തിനെ നിങ്ങൾ പിൻപറ്റുന്നത് വരെ അവർ തൃപ്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ, യഹൂദ ക്രൈസ്തവരുടെ വിശ്വാസ ആചാര അനുഷ്ഠാന സംസ്കാരങ്ങൾ സ്വീകരിക്കുന്നവരാക്കി മുസ്ലിമീങ്ങളെ അവർ മാറ്റുന്നതുവരെ അവർ അതിനുവേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയും അതിനുവേണ്ടി അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ്. അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വദ്ദൂ ലൗ തക്ഫുറൂന കമാ കഫറൂ ഫതകൂനൂന സവാ. അവർ സത്യനിഷേധികളായതുപോലെ തന്നെ നിങ്ങളും അവിശ്വാസികളായി തീരാൻ അവർ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങളും അവരും ഒരേപോലെ ഒരു വ്യതിരിക്തതയുമില്ലാത്ത ആളുകളായി മാറാൻ അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ നിലക്ക് മുസ്ലിമീങ്ങളെ അവരുടെ വിശ്വാസ ആചാരങ്ങളിൽ നിന്ന് തെറ്റിച്ച് എല്ലാവരും ഒരുപോലെയാക്കുക എന്നുള്ള കൊണ്ടുപിടിച്ച ഒരു ശ്രമം അത് ലോകത്ത് നടക്കുന്നുണ്ട് എന്നാണ്. അറിഞ്ഞോ അറിയാതെയോ നാം അതിൽ പെട്ടുപോവുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയമല്ലേ?